കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന ആരോപണവുമായി UDF എല്ലാ മണ്ഡലങ്ങളിലെയും വിവിപാറ്റ് എണ്ണണമെന്നാണ് ആവശ്യം. പേരാമ്പ്ര സ്ട്രോങ് റൂം തുറക്കൽ വിവാദത്തിൽ ഇതുവരെയും നടപടിയെടുത്തില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. തെറ്റു ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കളക്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടി അവർ നോട്ടീസ് അയച്ചു, പരാതിക്കാരൻ ഞങ്ങളാണ്, എന്ത് റിപ്പോർട്ട് ഞങ്ങൾ അറിയണ്ടേ? മാത്രമല്ല 2 ദിവസങ്ങളായി ടെലിഫോൺ ലൈനിൽ പോലും കളക്ടർ വരുന്നില്ല, ഒന്ന് കാണാനൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ അട്ടിമറിക്കുവാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ ധാരണ ഞങ്ങൾ വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് വിവിപാറ്റ് എണ്ണണമെന്ന അതിനിർണായകമായ ആവശ്യം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്ക് ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു. ഇതിനിടെ കോട്ടയം പുതുപ്പള്ളി മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി താലൂക്കിൽ കൊണ്ടാണ് കോട്ടയം താലൂക്കിൽപ്പെട്ട ഞങ്ങളുടെ വോട്ടിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. യൂഷ്വലി നിയമപ്രകാരം നമ്മളൊന്ന് അറിയിക്കേണ്ടതുണ്ട്, പക്ഷേ വാട്സപ്പിൽ അറിയിച്ചെന്നാണ് അവർ പറയുന്നത്. ഏതായാലും എൻ്റെ നോട്ടീസിൽ വരുന്നത് ഈ പ്രശ്നം വരുമ്പോഴാണ്. പിന്നെ ഇതിന് ആര് തീരുമാനമെടുത്തു അങ്ങോട്ട് കൊണ്ടുപോകാൻ, അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ചില ആശങ്കകൾ അങ്ങനെയുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് CCTVകളുടെ അഭാവം കണ്ടു, അത് സൂചിപ്പിച്ചു, അവരത് പരിഹരിച്ചു എന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. 2 അസംബ്ലിയുടെ കൗണ്ടിങ് ഒരേ ഹോളിൽ വെച്ചിരിക്കുകയാണ്. ആ ഹോളിൽ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തൊട്ടപ്പുറത്തൊരു ഹോളുണ്ട്, അതിലേക്ക് മാറ്റി വെക്കാം. പക്ഷെ എന്തായാലും വരട്ടെ, ഞാനതിനെ നമുക്ക് നോക്കാം, എന്താ തീരുവെന്നുള്ളത്. കേസ് വരുവാണല്ലോ, നോക്കാം. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി. അജി, ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരാൻ കൃത്യം ഒരാഴ്ചയാണ് ബാക്കിയുള്ളത്. ഇതിനിടെ നമുക്കറിയാം ഈ പേരാമ്പ്ര സ്ട്രോങ് റൂം തുറക്കൽ വിവാദം, അതിൽ നടപടിയുണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് UDF. ഒപ്പം പുതുപ്പള്ളിയിലെ ഒരു കാര്യവും സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് പരാതികളായി ഉയർന്നു വന്നിട്ടുള്ളത്? അവരുടെ ആവശ്യം എന്താണ്, പ്രത്യേകിച്ച് കോഴിക്കോട്ട്? കോഴിക്കോട് അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ചാണ്ടി ഉമ്മൻ പറഞ്ഞതുപോലെ കോഴിക്കോട് സമാനമായ ഒരു അവസ്ഥയല്ല. അതായത് പുതുപ്പള്ളിയിലെയും കോട്ടയത്തെയും രണ്ട് സാഹചര്യങ്ങളാണ്. കോഴിക്കോട് പ്രധാനമായും എടുത്തു പറയുകയാണെങ്കിൽ ഈ സ്ട്രോങ് റൂമിന് സമീപമുള്ള മെറ്റീരിയൽ റൂം തുറന്നു എന്നുള്ളതാണ് UDFന്റെ പ്രധാനമായിട്ടുള്ള പരാതി. ആ മെറ്റീരിയൽ റൂം സ്ഥാനാർത്ഥിയെ പോളിംഗ് ഏജന്റിനെയോ അറിയിച്ചിട്ടില്ല എന്നും അത് വൈകി എന്ന തരത്തിലുള്ള വിമർശനം അവിടെ UDF കോഴിക്കോട് ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് പ്രധാനമായും നേതാക്കൾ ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കുമടക്കം ഈ കാര്യത്തിൽ പരാതി നൽകി. ആ പരാതിയിൽ മേലൊരു തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും വിവിപാറ്റുകൾ എണ്ണണമെന്നുള്ള ഒരു ആവശ്യം ഇവിടെ UDF മുന്നോട്ട് വെക്കുന്നു. നേരെ പുതുപ്പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പുതുപ്പള്ളിയിൽ സ്ട്രോങ് റൂമിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പ്രധാനമായും പറയുന്നത്. CCTV ക്യാമറകൾ കൃത്യമായി തന്നെ അവിടെ പ്രവർത്തിച്ചിട്ടില്ല. അത് പ്രവർത്തിച്ചു തുടങ്ങിയത് പിന്നീടൊരു പരാതിക്ക് ശേഷമാണ് ഈ പുതുപ്പള്ളിയിലെ CCTV എല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ് പറയുന്നത്. പുതുപ്പള്ളിയിലെയും ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ഒരേ ഹാളിലാണ്. അവിടെ സൗകര്യക്കുറവുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു. അത് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ബലം വന്നതിന് ശേഷം പറയാമെന്ന് ചാണ്ടി ഉമ്മൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ തലത്തിലുള്ള ഒരു പ്രതിഷേധം UDFന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനമൊട്ടാകെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പിലും നമ്മൾ സമാനമായ സാഹചര്യം കണ്ടതാണ്. ജയന്തി രാജൻ കൂത്തുപറമ്പിൽ അന്ന് ഈ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടിക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. കൃത്യമായി അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും ഒരാഴ്ച മാത്രമാണ് ഫലമെണ്ണാൻ ഉള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തുടരെ വരുന്നത്. ഗൗരവമേറിയ ആരോപണങ്ങളാണ് ഈ UDF ഉന്നയിച്ചുകൊണ്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നിയമപരമായിട്ടുള്ള കോടതി വഴിയിലുള്ള നടപടികളിലേക്കൊക്കെ തന്നെയും UDF ഇതിനോടകം തന്നെ പോകുന്നുണ്ട് വിവിധ മണ്ഡലങ്ങളിൽ. അതാണ് ഏറ്റവും പ്രധാനമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും ഗൗരവതരമായ ഒരു പരാതിയാണ് UDF ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.